ഞാൻ 40 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയ പല മുഹൂർത്തങ്ങളെ എന്നെ വല്ലാതെ വേട്ടയാടി ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിട്ടാണ് ഇരിക്കുന്നത്. ഐ ആം ലോസ്റ്റ് റിയലി. ഈ പുസ്തകം ഞാൻ വായിച്ചു. ഈ പുസ്തകത്തെ കുറിച്ച് വിജയചൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. രേണുകുമാർ സാറ് വളരെ വിശുദ്ധമായി സമഗ്രമായി അതിലേക്ക് പ്രവേശിച്ചു. പക്ഷേ കഴിഞ്ഞ 3-4 പതിറ്റാണ്ട് കാലത്ത് തിരിയുമ്പോ ഞാൻ ആകെ ചിതറിക്കിടക്കുന്ന എന്നെ ഒന്ന് വാരി പിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ള എൻ്റെ ഒരു വ്യക്തിപരമായ പ്രശ്നമാണ് ഞാൻ നേരിടുന്നത്. ഈ പുസ്തകത്തെ കുറിച്ചോ രേണുകുമാർ സാറിന്റെ അവതരണത്തെ കുറിച്ചോ പ്രതികരിക്കാൻ കഴിയാത്ത ഒരു നഷ്ടപ്പെടൽ എനിക്കുണ്ട്. ഒരു 1-2 മുഹൂർത്തങ്ങൾ ഞാൻ പറയാം. ലൗലി മാഡം അതായത് ഒരു 35 വർഷം മുമ്പായിരിക്കും TJ പീറ്റർ സാറ് SCDSന്റെ ആഭിമുഖ്യത്തില് സ്ത്രീകളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. അപ്പം ഞാനാണ് പ്രബന്ധാവതാരകൻ. ദലിത് സ്ത്രീകളുടെ മീറ്റിംഗ്. ലവ്ലി വേറൊരു അവതാരകയാണ്. വേറെ 1-2 പേരുണ്ട്. ഞാനെങ്ങനെ അതിനകത്ത് വന്നു പെട്ടു എന്നിപ്പോ തിരിഞ്ഞ് നോക്കുകയാണ്. എന്റെ അവതരണത്തിന് മുമ്പ് തന്നെ ലവ്ലി എന്നെ അടിച്ച് പുറത്താക്കി. എന്റെ അക്കാലത്ത് ലിവിഡ് എക്സ്പീരിയൻസ് എന്നുള്ള വാക്കൊന്നും കേട്ടിട്ടില്ല. നമ്മുടെ ഗോപാൽ ഗോവിന്ദന്റെയും സുന്ദർ സാരുക്കായുടെയും കാശ്മീറുടെ അതിന് ശേഷം വന്ന കാസ്റ്റ് സോഷ്യൽ എക്സ്പീരിയൻസ്, ഈ പുസ്തകങ്ങളൊന്നും ഒരാൾക്ക് 15 വർഷം മുമ്പുള്ള എന്റെ വിചാരം ഇതൊക്കെ പറയാൻ ഞാൻ കേന്ദ്രനാണെന്നുള്ള നിലയ്ക്കാണ് ഞാൻ ആ സ്റ്റേജിൽ ഇരിക്കുന്നത്. പക്ഷെ അന്ന് എനിക്ക് കിട്ടിയ ഒരു വലിയ പ്രഹരം അത് മായാതെ ഇപ്പോഴും നിൽക്കുകയാണ്. ലൗലിയിൽ നിന്ന് കിട്ടിയ പ്രഹരം. നിങ്ങൾ 40 വർഷം മുമ്പ് ഞങ്ങൾ 2 ക്ലാസ് എടുക്കാൻ പോകും. കൂടുതലും സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾ എന്നുള്ള വിഷയം തന്നെയാണ് സാർ ഉന്നയിച്ച ഞങ്ങൾ നിങ്ങൾ വിഷയം. അവിടെ ഞാൻ നിങ്ങൾ ഭാഗത്ത് നിൽക്കുകയാണ്. അപ്പൊ എന്റെ പ്രശ്നം എന്നെ പ്രശ്നവൽക്കരിക്കുക എന്നുള്ള പ്രശ്നമാണ്. ഞാനൊരു പ്രശ്നമാണ് എനിക്ക് തന്നെ. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഓർമ്മയുണ്ട്, 3-4 വയസ്സ് ഒരു ചെറ്റപ്പര വെച്ച് കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കുക. അപ്പോ ചെറ്റപ്പരയും ദരിദ്രാവസ്ഥയും ഒക്കെ കാരണം എന്റെ വിചാരമല്ല, എനിക്ക് കിട്ടിയൊരു ഫീല് ഞാനൊരു പുലയനാണ്. അപ്പൊ അതെന്നെ എന്റെ പിതാവിനെ ചോദിച്ചു, അച്ചായ നമ്മുടെ പുലയനാണോ? അപ്പം
ചേട്ടൻ പറഞ്ഞു, അല്ല മോനെ, അതിന് വലിയ 4-ാമത്തെ വയസ്സിലെ കാര്യമാണ്. വലിയൊരു റിലാക്സ്ഡായ ഒരു അവസ്ഥയിൽ സൃഷ്ടിച്ച അന്ന് തൊട്ട് ദരിദ്രപക്ഷത്ത് നിൽക്കുക എന്നുള്ള ഒരു ചിന്ത നിരന്തരം, ദരിദ്രാവസ്ഥയിൽ നിന്നായിരിക്കാം അങ്ങനെ ഒരു വലിയ സാറ്റിറ്റ്യൂഡ് ഉണ്ടായതും ഒക്കെ. മാർക്സിസം പഠിക്കാനും ഒക്കെ എന്നെ പ്രേരിപ്പിച്ചതും. അതിനുശേഷം ജനകീയമോൻ SCMന്റെ സെക്രട്ടറി ആകുകയും ജനകീയമോൻ വിശ്വാസ പ്രസ്ഥാനത്തിൽ വരികയും അങ്ങനെ ഞങ്ങൾ എല്ലാം ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ആ മുഹൂർത്തങ്ങളിലെ നിരന്തരം എൻ്റെ ആ കാര്യത്തിലെ ഗുരുക്കന്മാരാണ് ഇവര് രണ്ടുപേരും. ഞങ്ങൾ, നിങ്ങൾ. സ്റ്റോക്ക്ലി കാർമിക്കെയിലിനെ കുറിച്ച് നിങ്ങൾ കേട്ടുകയാണ്. സ്റ്റോക്ക്ലി കാർമിക്കെയിൽ അമേരിക്കയിലെ ഒരു കറുത്തവർഗ പോരാളിയാണ്. മാൽക്കം എക്സിന്റെയും ലൂതർ കിങ്ങിന്റെയും കണ്ടംപററി ആയിട്ടുള്ള മനുഷ്യനാണ്. അനേക വർഷങ്ങൾ ജയിലിൽ കിടന്ന മനുഷ്യനാണ്. അയാള് കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുകയാണ്. ആ മുഹൂർത്തത്തില് ഇദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. There is not a single white whom I can trust. There is not a single white whom I can trust. Stunned the entire court. അപ്പൊ ഈ സ്റ്റോക്ക്ലി കാർമിക്കെയിലിനെ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആ സംഘടനയുടെ ഭാഗമായിട്ട് സെക്രട്ടറി ആയിട്ടുള്ളത് ഒരു വെള്ളക്കാരൻ പയ്യനാണ്. അവനെ സ്റ്റണ്ടായിട്ട് നിൽക്കുകയാണ്. എന്നാ അവൻ പുള്ളിയുടെ കൂടെ നടക്കുകയാണ്. അവന് ഈ നിശബ്ദത, അങ്ങനെ ഒരു ഭീകരമായ ഒരു നിശബ്ദത കോർട്ടിനകത്ത് നിൽക്കുന്ന സമയത്ത് ഇവൻ ചോദിക്കുകയാണ്, സ്റ്റോക്ക്ലി, നോട്ട് ഈവൻ എ സിംഗിൾ വൺ, ഒരുത്തൻ പോലും ഇല്ലേ? ഞാനുണ്ടല്ലോ എന്നുള്ള നിലയ്ക്ക് അവൻ ചോദിക്കുന്നത്. പിന്നെയും ഒരു നിശബ്ദത. നോട്ട് എ സിംഗിൾ വൺ, നോട്ട് എ സിംഗിൾ വൺ. ഭയങ്കരമായിട്ട് എന്നെ ചിന്തിപ്പിച്ചു. നോട്ട് എ സിംഗിൾ വൺ. എന്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾ, നിങ്ങൾ. രോഹിത് വിമല എന്റെ ജന്മമാണ് എന്റെ ശത്രു. നിതിൻ രാജിന്റെ സമരവും ജീവനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് നടന്ന അനേക വിദ്യാഭ്യാസ രംഗത്തെ ദലിത്, ആദിവാസി ദലിത് കുട്ടികൾ അനുഭവിക്കുന്ന, പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അനുഭവിക്കുന്നതായിട്ടുള്ള പ്രയാസങ്ങളുടെ നടുവിൽ ആ മധ്യത്തിൽ ഒരു വലിയ ഹർത്താൽ നടത്തി. ഞാൻ അതിന് വിശദാംശങ്ങൾക്കൊന്നും പോകുന്നില്ല. ഹർത്താൽ ഒരു വലിയ നമ്മുടെ ചരിത്രത്തിലെ ഒരു വലിയ ബ്രേക്കാണ്. ഈ എന്റെ ജന്മം എനിക്ക് ശത്രു, എന്റെ ജന്മം എന്റെ ശത്രുവാണ്. എന്റെ ജന്മം എനിക്കൊരു അനുഗ്രഹമാണ്. അദലിതനായ എന്റെ ജന്മം എനിക്ക് അനുഗ്രഹമാണ് എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ, ഒരു ആളത്വത്തിലെ അനുഗ്രഹമല്ല എന്ന് പഠിപ്പിച്ചു തന്ന ഇതിനാണ്. ഞാനൊരു ജനാധിപത്യവാദി ആകണമെങ്കിൽ, ഞാനൊരു സ്ത്രീഭാവം ഉൾക്കൊള്ളണമെങ്കിൽ എന്നിലൊരു ഒരു അല്ലെങ്കിൽ ഒരു ദലിതൈസേഷൻ ഉണ്ടാവും. എന്റെ സൗന്ദര്യ ശാസ്ത്രത്തിൽ ഒരു ദലിതൈസേഷൻ ഉണ്ടാണ്, ഒരു ഫെമിനൈസേഷൻ ഉണ്ടാണ്, ഒരു ദലിത് ഫെമിനൈസേഷൻ ഉണ്ടാണ്.
സൗന്ദര്യശാസ്ത്രത്തില് എന്റെ വെളുപ്പിൽ എനിക്ക് അഭിമാനിക്കാൻ പറ്റത്തില്ല, എന്റെ ജന്മത്തിൽ എനിക്ക് അഭിമാനിക്കാൻ പറ്റത്തില്ല. അഭിമാനിച്ചാൽ എനിക്ക് ജനാധിപത്യത്തെ കുറിച്ച് പറയാനുള്ള അവകാശമില്ല. ജനാധിപത്യം, ഇന്ത്യയുടെ ജനാധിപത്യം ദലിതൈസേഷൻ, ഒരു സകല അതിരുകളും അത്തരം ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകണം. അതിന് ആ വിഷയം പൊതു മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് നടക്കുന്ന സവർണ ഭീകരത മുഴുവൻ സാറിന്റെ എഴുത്തുകളിലൂടെ കൊണ്ടുവരുന്നു. ഇപ്പം വിജയാടികളുടെ വംശാവലി വായിക്കുമ്പോഴാണ് കൃത്യമായി എനിക്ക് നവോത്ഥാനത്തെ പ്രശ്നവൽക്കരിച്ച് കിട്ടിയത്. നവോത്ഥാനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ കാര്യമില്ല. ഇത് ഇവിടുത്തെ ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ ശത്രുവാണ് എന്ന് ആദ്യം ഞാൻ പഠിക്കുന്ന സാറിൽ നിന്നാണ്. അപ്പോ വേണുകുമാർ സാറ് പുസ്തകമായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിന് പുസ്തകത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. ഞാൻ ചെറിയ എന്നെ ഒന്ന് വാരിപ്പിടിക്കാൻ, കാലഹരണപ്പെട്ട എന്നെ ഒന്ന് കാലാനുസൃതമാക്കാനാണ് നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത്. ഈ വയസ്സാം കാലത്ത് 78-ാം വയസ്സിൽ ഇനി എന്തുമാത്രം കാലാനുസൃതമാകും എന്നുള്ള ചോദ്യമുണ്ട്. എങ്കിൽ പോലും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ഒരുപക്ഷെ എന്നൊരു പുസ്തകം 1-2 പ്രാവശ്യം വായിച്ചു. ഈ പുസ്തകത്തോട് പ്രതികരിക്കാനും അത് നിങ്ങളുടെ ഹൃദയത്തെ ടച്ച് ചെയ്യാനും എന്റെ ഹൃദയത്തിൽ അത് ഏറ്റുവാങ്ങി കഴിയുമ്പോഴാണ് അത് അത്തരം സംഭാഷണങ്ങൾ നടക്കുന്നത്. പക്ഷെ അതെനിക്ക് ചെയ്യാതിരിക്കേണ്ടതില്ല. പക്ഷെ ഈ കൂടിവരവ് വലിയൊരു കൂടിവരവായിട്ട് ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യത്തെ ഞാൻ മനസ്സിലാക്കുകയാണ്. ഞങ്ങള് ഇവിടെ വന്ന് അനൗപചാരിക സംഭാഷണത്തിൽ പറയായിരുന്നത് 80-കളില് ആദ്യം 70-കളുടെ അവസാനം 80-കളിൽ ആദ്യം ആ കാലഘട്ടത്തിലെ ഒരു വലിയ ഉണർവുണ്ടായിരുന്നു. സോഷ്യൽ മൂവ്മെന്റ്സിന്റെ ഒരു വലിയ ഉണർവാണ്. അക്കാലത്താണ് ഈ മനുഷ്യരാരാണ് എന്നുള്ള ആ ചർച്ച വരുന്നത്. യുവജനങ്ങൾ മുഴുവൻ അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു വലിയ മുന്നേറ്റത്തിന്റെ കാലമായിരുന്നു അത്. ഈ നമ്മളെ ഒരുപക്ഷെ ഇതെല്ലാവരും അതിന്റെ ഭാവമാണെന്ന് അറിയത്തില്ല. യൂത്ത് മൂവ്മെന്റ്, CSI യൂത്ത് മൂവ്മെന്റ്, SEDS പോലുള്ള BPDC പോലെ സംഘ പ്രസ്ഥാനങ്ങൾ, ഡൈനാമിക് ആക്ഷന്, തിരുവല്ല സംഘം, ഇങ്ങനെ കുറെ പ്രസ്ഥാനങ്ങളിലൂടെ ഉള്ള ഒരു മുന്നേറ്റമുണ്ട്. ഇന്ന് ഇതെല്ലാം അസ്തമിച്ചു. ഒന്നുകിൽ അത് അസിമുലേറ്റഡ് ആയിപ്പോയി, പ്രസ്ഥാനത്തിന്റെ ഭാഗമായി, അല്ലെങ്കിൽ പുതിയ തലമുറകൾ അവരുടെ ലോകത്തേക്ക് പോയിരിക്കുന്നു. പക്ഷേ വലിയ അന്നത്തെക്കാൾ, അന്ന് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമായിരുന്നു, അടിയന്തരാവസ്ഥയുടെ ഭീകരതയോടുള്ള പ്രതികരണമൊക്കെ ആയിരുന്നു. ഇന്ന് അതിനേക്കാൾ ഭീകരമായ അവസ്ഥയിൽ നമ്മളിരിക്കുക. ഇവിടുത്തെ ദലിതാദിവാസി ന്യൂനപക്ഷങ്ങൾ ഒക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഓൾ ഇന്ത്യ തലത്തിൽ, കേരളത്തിൽ തന്നെ ആരും ഇതിൻ്റെ വിഷയം വന്നപ്പോഴതിന് മുമ്പേ ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി അത് വളരുന്നില്ല. അതിന്റെ സാധ്യതകളാണ് ഈ ആൾക്കാരിലൂടെ നമുക്ക് തെളിഞ്ഞു വന്നത്. ഞാൻ അതിന്റെ വിശാഖയിൽ പോകുന്നില്ല. ഇവിടെ ഇതൊന്ന് കൂടി വന്നപ്പോഴേ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഓൾറെഡി നഷ്ടപ്പെട്ടവനാണ്. ഈ വന്നു കഴിഞ്ഞ് നഷ്ടപ്പെട്ടു. പക്ഷേ ഈ കൂടിവരവ് നഷ്ടപ്പെട്ടവരുടെ ഒരു വീണ്ടെടുപ്പിന് ആകണം. അതിന് ശക്തി പറയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക്